നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ലൈഫ് എന്ന് ചിന്തിക്കാനാണ്. സിറ്റീസ്, ടെക്നോളജി, സാറ്റലൈറ്റ്, AI. ബട്ട് ഈ ഒരു കോൺക്രീറ്റിന് പുറത്തുനിന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവിടെ നമ്മൾ ശരിക്കും കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ എപ്പോഴാണോ ഓവർ തിങ്കിങ് നിർത്തി കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പം നമുക്ക് ശരിക്കും കൂടുതൽ വ്യക്തതയോടെ ഈ റിയാലിറ്റിയെ കാണാൻ കഴിയും. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ വേൾഡ്, ഇൻ ടു ലൈഫ്, ഇൻ ടു ഫോറസ്റ്റ്. നമ്മൾ ജസ്റ്റ് ആനിമൽസിലോട്ട് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ ഇന്ന് ലൈഫിന് എത്രത്തോളം അബ്സേർഡും പവർഫുൾ ആവാൻ കഴിയുമെന്നാണ് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എവല്യൂഷൻ തന്നെ തുടങ്ങാം. എവല്യൂഷനാണ് നമ്മൾ ദി എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. ഞാൻ ജസ്റ്റ് റോ ആയിട്ട് തന്നെ പറയാം, ഇതിനൊരു ഡിസൈനർ ഇല്ല, ഒരു ബ്ലൂ പ്രിന്റോ അല്ലെങ്കിൽ ഒരു പ്ലാനോ അല്ല. ഇത് ജസ്റ്റ് സർവൈവൽ വഴി മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ജസ്റ്റ് റാൻഡം മ്യൂട്ടേഷൻസ് ആണ്. അതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ബ്ലൈൻഡ് പ്രോസസ്സ് കാരണം ഉണ്ടായിട്ടുള്ള ജന്തുക്കൾ ഇന്നും പലതും എഞ്ചിനീയേഴ്സിന് പോലും കോപ്പി ചെയ്യാൻ കഴിയാത്തതാണ്. ആൻഡ് നമ്മുടെ പല മോഡേൺ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും നമ്മൾ നാച്ചുറലിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. സോ ലെറ്റ്സ് മീറ്റ് എ ഫ്യൂ. ഒക്ടോപ്പസ് വൾഗാരിസ്. ഇതിനെ കണ്ട നമ്മൾ ശരിക്കൊരു ഏലിയനെ പോലൊക്കെ തോന്നും. ആൻഡ് ഹോണസ്റ്റ്ലി ഇറ്റ് കൈൻഡ് ഓഫ് ഈസ്. ഒരു ഒക്ടോപ്പസിന് 3 ഹാർട്ട് ഉണ്ട്. അതിൻ്റെ ബ്ലഡിന് നീല കളറാണുള്ളത്. ആൻഡ് അതിന് 9 ബ്രെയിൻസും ഉണ്ട്. ഒരു സെൻട്രൽ ബ്രെയിനും 8 മിനി ബ്രെയിനും അടങ്ങുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ആൻഡ് അതിൻ്റെ ഓരോ കൈകൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഈവൻ ഡിസിഷൻസ് എടുക്കാൻ പോലും സാധിക്കും. ആൻഡ് നിങ്ങൾ അതിൻ്റെ ഒരു ആം കട്ട് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് സ്റ്റിൽ റിയാക്ട് ചെയ്യാൻ കഴിയും, അതിന് സ്റ്റിൽ മൂവ് ചെയ്യാൻ കഴിയും, അതിന് സ്റ്റിൽ ഈവൻ തിങ്ക് ചെയ്യാൻ പോലും കഴിയും. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ഈവൻ വിയേർഡർ. ഒക്ടോപ്പസുകൾക്ക് അവരുടെ സ്വന്തം RNA എഡിറ്റ് ചെയ്യാൻ കഴിയും. മീനിങ് ദേ റീറൈറ്റ് ദെയർ ഓൺ ബയോളജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ ഫ്ലൈ. ആൾമോസ്റ്റ് ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ. വി കാൻ ഡു ദാറ്റ് കാരണം നമ്മുടെ ജീൻസ് മോസ്റ്റ്ലി ഫിക്സ്ഡ് ആണ്. അവരുടേത് ബയോളജിക്കലി ഹാക്കബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് 30 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിൽ അവരുടെ കളർ പോലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒക്ടോപ്പസ് എത്രത്തോളം അമേസിംഗ് ആണ് നമ്മൾ കണ്ടല്ലേ. എന്നാൽ നമ്മളങ്ങനെ സാധാരണക്കാരെന്ന് വിളിക്കുന്ന ബട്ട് ബയോളജിക്കലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളെ അല്ല, ഒരു കൂട്ടം ആൾക്കാരെ പരിചയപ്പെടാം. ഇവരാണ് ലീഫ് കട്ടർ ആൻറ്റ്സ്. നൗ ഒരു അരിമണിയുടെ അത്ര വലുപ്പത്തിലൂടെ നമുക്കൊന്ന് സ്ട്രിങ് ചെയ്തു പോകാം. ബട്ട് സയൻറ്റിഫിക്കലി ഇവരാണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫാമേഴ്സ് ടു എവർ എക്സിസ്റ്റ് ഓൺ പ്ലാനറ്റ് എർത്ത്. ഏകദേശം 50 മില്യൺ വർഷങ്ങൾ മനുഷ്യരെല്ലാം ഉണ്ടാകുന്നതിന് ഒരുപാട് കാലം മുന്നേ ഇവർ മരങ്ങളുടെ ഇലകൾ മുറിക്കും. എന്നിട്ട് അവ അണ്ടർഗ്രൗണ്ടിലോട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകും. ആൻഡ് അതുപയോഗിച്ച് അവർ ഫംഗസിനെ ഗ്രോ ചെയ്യും. ആൻഡ് എങ്ങനെ ഗ്രോ ചെയ്യുന്ന ഫംഗസിനെ അവർ ഫുഡായിട്ട് ഉപയോഗിക്കും. സോ മാമൽസ് പ്രോപ്പറായിട്ട് ഇവോൾവ് ആവുന്നതിന് മുൻപ് തന്നെ ഇവർ കൃഷി കണ്ടുപിടിച്ചിരുന്നു. ആൻഡ് അവരുടെ കോളനീസിന് വെന്റിലേഷൻ സിസ്റ്റം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, നഴ്സറീസ്, ഫുഡ് സ്റ്റോറേജ്, ഈവൻ വാർ ഡിവിഷൻ പോലും ഉണ്ടായിരുന്നു. ഒരു ലീഡറോ അല്ലെങ്കിൽ ഒരു ഓർഡറോ കൊടുക്കാൻ ഒരു കിങ്ങോ ഇല്ലാത്ത ജസ്റ്റ് സിമ്പിൾ റൂൾസിൻ്റെ ബേസിൽ മാത്രം ലൈക്ക് ലോക്കൽ ഇൻട്രാക്ഷൻ വഴി അവർ അണ്ടർഗ്രൗണ്ടിൽ മെഗാ സിറ്റീസ് പോലും ഉണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ എമർജൻസി എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ബ്രെയിൻസ് കോംപ്ലക്സ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന ഒരവസ്ഥ. ഇൻ്റർനെറ്റിൻ്റെ പുറകിലുള്ള ഈവൻ ഹ്യൂമൻ സൊസൈറ്റിയുടെ പുറകിൽ പോലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. അവരിത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ്റലിജൻസ് വഴി മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ തന്നെ സോൾവ് ചെയ്തെന്ന് മാത്രം. വി ജസ്റ്റ് ഗേവ് ഇറ്റ് വൈഫൈ. നൗ ഇമാജിൻ നിങ്ങൾ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ആകാശത്തിലൂടെ പറക്കുകയാണ്. ഗൂഗിൾ മാപ്പില്ല, ലാൻഡ്മാർക്കില്ല, ജസ്റ്റ് ആകാശവും കടലും മാത്രം. എന്നിട്ടും എങ്ങനെയോ നിങ്ങൾ എവിടേക്കാണ് എത്തിപ്പെടേണ്ടത്, നിങ്ങൾ അവിടെ തന്നെ എത്തിപ്പെടുന്നു. ചില പക്ഷികൾക്ക് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ കഴിയും, യൂറോപ്യൻ റോബിനൊക്കെ പോലെ. അവരുടെ കണ്ണുകൾക്കുള്ളിൽ മാഗ്നറ്റിസത്തിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. മീനിങ് ഈ ബേർഡ്സ് ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചിട്ടാണ് നാവിഗേറ്റ് ചെയ്യുന്നത്. സോ GPS ലൈൻസ് പോലെ അവരുടെ വിഷൻ ഈ ലോകത്തിന് മുകളിൽ ഒരു ഫെയിൻറ്റ് മാഗ്നറ്റിക് പാറ്റേൺ പോലെ ഓവർലേ ചെയ്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് സാറ്റലൈറ്റൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഒരു 20 ഗ്രാം മാത്രമുള്ളൊരു പക്ഷി ഡെയിലി കാഷ്വലായിട്ട് ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചിട്ട് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് മാത്രമല്ല, ഷാർക്സിനും വളരെ കൂളായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് ബ്ലഡ് സ്മെല്ല് ചെയ്യാൻ മാത്രമല്ല, അവർക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നമുക്കറിയുന്ന പോലെ എല്ലാ ലിവിങ് ഓർഗാനിസംസും ചെറുതാണെങ്കിൽ പോലും ഇലക്ട്രിക്കൽ സിഗ്നൽസ് പുറപ്പെടുവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട്, നെർവ്സ്, മസിൽസ് ഇതെല്ലാം മൈക്രോ ഇലക്ട്രിസിറ്റി ലീക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷാർക്സിന് ഇത് സെൻസ് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ എങ്ങനെയൊക്കെ വിളിച്ചാൽ പോലും ഇവർക്ക് നിങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ലൈക്ക് ഒരു ബയോളജിക്കൽ മെറ്റൽ ഡിറ്റക്ഷൻ ഫോർ ഇലക്ട്രിസിറ്റി പോലെ. അപ്പം നമ്മൾ ഇതിൽ നിന്നും റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ പലപ്പോഴും ആനിമൽസിനെ വിളിക്കുന്നത് ലെസ് ഇൻ്റലിജൻ്റ് എന്നാണ്.
ബട്ട് മേ ബി നമ്മൾ ജസ്റ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രാഞ്ചിൽ സ്പെഷ്യലൈസ് ചെയ്തതുകൊണ്ടായിരിക്കാം. എവറി ഫെതേഴ്സ്, ക്ലോ, ന്യൂറോൺസ് ആൻഡ് എൻസൈം, ഇതൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ടെസ്റ്റ് ചെയ്ത് എവല്യൂഷനിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടി ഡിസ്കവർ ചെയ്തിട്ടുള്ള സൊല്യൂഷൻസാണ്. അനിമൽസ് ഒരിക്കലും നമുക്ക് താഴെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിമിറ്റീവ് വേർഷനോ അല്ല. അവർ സെയിം പ്രോബ്ലത്തിനുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസാണ്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഒക്ടോപ്പസിന് ഫ്ലെക്സിബിൾ ഇൻ്റലിജൻസ് ഉണ്ട്, ആൻസിന് കളക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട്, ബേർഡ്സിന് ക്വാണ്ടം സെൻസിങ് ഉണ്ട്, ഷാർക്സിന് ഇലക്ട്രിക്കൽ ഡിറ്റക്ഷൻ ഉണ്ട്. ഫിസിക്സ് ഡിഫറെൻ്റ് ആണ്, ബയോളജി ഡിഫറെൻ്റ് ആണ്, റിയാലിറ്റി വേറെ ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇതെല്ലാം സെയിം എർത്തിലാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആനിമൽസും ഹ്യൂമാനിറ്റിയേക്കാൾ ഓൾഡാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതിനേക്കാളും മോർ ഒപ്റ്റിമൈസ്ഡുമാണ്. നമ്മൾ ഒരിക്കലും നാച്ചറിനെ കോങ്കർ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബ്രാഞ്ച് മാത്രമാണ്. ആൻഡ് നമ്മൾ എർത്തിലെ ലൈഫിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഇമേജസ് ഡോഗ്സ്, ബേർഡ്സ്, ഫിഷസ്, ഹ്യൂമൻസ് ഒക്കെയാണല്ലേ. എന്നാൽ ഇത് ജസ്റ്റ് സർഫസ് മാത്രമാണ്. താഴെ അതിനേക്കാൾ ഹോൾഡർ ആയിട്ടുള്ള, അതിനേക്കാൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള, അതിനേക്കാൾ ആൾമോസ്റ്റ് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു വേൾഡ് ഉണ്ട്. ജസ്റ്റ് ഒരു പിന്നിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന തൗസൻഡ്സ് ഓഫ് ക്രീച്ചേഴ്സ്. ഡയനോസേഴ്സിനേക്കാളും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള, കണ്ട ബയോളജി ഒരു ടൈപ്പോ ഉണ്ടാക്കിയ പോലെ തോന്നുന്ന ബിസാർ ആയിട്ടുള്ള ക്രീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ മീറ്റ് ടോയ്റ്റോസിസ് ടോർണി. കേൾക്കുമ്പോൾ എന്തോ വലിയ പേരായിട്ടൊക്കെ തോന്നിയാലും ഇത് ജസ്റ്റ് ഒരു ജെല്ലി ഫിഷാണ്. ഇതിനെ നമ്മൾ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എന്ന് വിളിക്കാറുണ്ട്. ഇതിനെ കണ്ടാൽ ഹാംലെസ് ആണ്, ലൈക്ക് ഒരു ഫ്ലോട്ടിംഗ് പീസ് ഓഫ് ജെല്ലി പോലെ. ബട്ട് ഇവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ സാധിക്കും. ഇവർക്ക് മരണത്തെ ചീറ്റ് ചെയ്യാൻ സാധിക്കും. ഐ മീൻ, ഈ ജെല്ലി ഫിഷിന് ഏജിങ് എല്ലാം സംഭവിക്കുമെങ്കിലും വൺസ് ഇതൊരു അഡൾട്ടായി കഴിഞ്ഞാൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദെൻ ഇൻസ്റ്റെഡ് ഓഫ് ഡൈയിങ് ഇവരുടെ എൻറ്റയർ സൈക്കിൾ ഓഫ് ലൈഫ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് ഇവർ ലിറ്ററലി ഇവരുടെ ചൈൽഡ്ഹുഡിലോട്ട് തിരിച്ചു പോകും. ഇതിൻ്റെ സെൽസ് എല്ലാം അതിൻ്റെ ഏർലി സ്റ്റേജിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിലോട്ട് തന്നെ തിരികെ പോകും. ആൻഡ് ഈ ഒരു സൈക്കിള് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. സോ ഇൻ തിയറി ഇറ്റ് കുഡ് ലിവ് ഫോർ എവർ. ഇവർ ബയോളജിക്കലി ഇമ്മോർട്ടൽ ആണെന്ന് വേണേൽ പറയാം. അടുത്തവനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. നൗ മീറ്റ് ടാർഡിഗ്രേഡ്സ്. നമുക്ക് ഇനിയൊന്ന് മൈക്രോ വേൾഡിലോട്ട് പോകാം. മീറ്റ് ദ ടാർഡിഗ്രേഡ്, ആൾസോ കോൾഡ് ദ വാട്ടർ ബെയർ. അതിന് ഏതാനും മില്ലിമീറ്ററിനേക്കാൾ ചെറിയ സൈസേ ഉള്ളൂ. കണ്ടിലൊരു ഗമ്മി ബിയറിനെ പോലെ 8 കാലുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ജീവിയായിട്ടൊക്കെ തോന്നും. ബട്ട് സീക്രറ്റ്ലി ഇറ്റ്സ് വൺ ഓഫ് ദ ടഫസ്റ്റ് ലൈഫ് ഫോംസ് എവർ ഡിസ്കവേർഡ്. ഇതിന് ബോയിലിംഗ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ കഴിയും, ഫ്രീസിങ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ കഴിയും, മനുഷ്യനെ ഇൻസ്റ്റൻ്റ്ലി കൊല്ലാൻ ശേഷിയുള്ള റേഡിയേഷനിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയും, ഫുഡില്ലാതെ ഇവർക്ക് ഡെക്കേഡ്സ് സർവൈവ് ചെയ്യാൻ കഴിയും, ഇവർക്ക് ഈവൻ സ്പേസിൽ പോലും സർവൈവ് ചെയ്യാൻ കഴിയും. സയൻറ്റിസ്റ്റ് ലിറ്ററലി ഇവരെ സ്പേസിലോട്ട് അയച്ചിട്ടുണ്ട്. ആൻഡ് ഓക്സിജനോ പ്രഷറോ ഇല്ലാതെ ഇവർ ഭൂമിയിലോട്ട് ജീവനോടെ തന്നെ തിരികെ വന്നിട്ടുമുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇവരുടെ ബോഡി ഒരു ഗ്ലാസ് ലൈക്ക് സ്റ്റേറ്റിലോട്ട് ഡ്രൈ ചെയ്യും. മെറ്റബോളിസം ഏകദേശം 0 ആകും. ലൈക്ക് ഇവർ ബേസിക്കലി അവർക്ക് വേണ്ടി മാത്രം അവരുടെ ശരീരം ടൈമിൽ ഫ്രീസ് ചെയ്യുന്ന പോലെ. ഇവർ ജസ്റ്റ് അവരുടെ ബോഡി ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും, വീണ്ടും ഇവരുടെ ലൈഫ് തുടരാൻ വേണ്ടി. ഇത് ശരിക്കും ഒരു ഗോഡ് ലെവൽ ബയോളജിക്കൽ ഹൈബ്രനേഷൻ പോലെയായി പോയി. ഇവൻ എർത്ത് നശിക്കുമ്പോൾ പോലും അത് വിറ്റ്നസ് ചെയ്യാൻ ഇവർ ഈ ഭൂമിയിലുണ്ടാവും. എല്ലാ ജീവികളും ഇതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല. ചിലത് ഭയങ്കര ഏൻഷ്യൻ്റ് ആണ്. ലൈക്ക് ലിവിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് എന്താ വരുന്നത്? മീറ്റ് ദ ഹോഴ്സ്ഷൂ ക്രാബ്. ഇതിനെ കണ്ടാൽ നമുക്ക് ലിറ്ററലി ഒരു ടാങ്ക് ആണെന്നൊക്കെ തോന്നും. ബട്ട് ഹിയർസ് ദ ക്രേസി പാർട്ട്. ഇവർ ഡയനോസേഴ്സിനേക്കാൾ ഓൾഡാണ്. ഇവരിവിടെ ഏകദേശം 480 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡയനോസേഴ്സ് വന്നു പോയി, ഐസേജ് വന്നു പോയി, മാസ് എക്സ്റ്റിൻഷൻ വന്നു പോയി. ഈ ചങ്ങായിക്ക് ഇപ്പോഴൊരു കുഴപ്പമില്ലാതെ ഈ ഭൂമിയിലൂടെ നല്ല അസലായിട്ട് ഒരു വ്യത്യാസമില്ലാതെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവികളാണ് നമ്മൾ ലിവിങ് ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടും അവരുടെ ബയോളജിയിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ജീവികൾ. സോ ഫോസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഡയനോസേഴ്സിൻ്റെ അവശേഷിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഫോസിൽസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലഡിൻ്റെ നിറവും ബ്ലൂ ആണ്. അതിന് കാരണം അതിൻ്റെ ബ്ലഡിലുള്ള കോപ്പറാണ്. അത് അയൺ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് അതിൻ്റെ ഈ ബ്ലൂ ബ്ലഡ് ബാക്ടീരിയക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. സോ നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇതിൻ്റെ ബ്ലഡ് ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമല്ല ചില വാക്സിൻസും നമ്മൾ ഇതിൻ്റെ ബ്ലഡ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
നമുക്കൊന്ന് ഡീപ്പായിട്ട് പോകാം, ലൈക്ക് നല്ല ഡീപ്പായിട്ട്. ഇപ്പോൾ സൺലൈറ്റ് ഇല്ല, സൺലൈറ്റ് പോയി, അതിനുള്ള ക്രഷിങ് പ്രഷർ ഉണ്ട്. അവിടെ ആ ഇരുട്ടിൽ നമ്മൾ ചെറുതായിട്ട് ഗ്ലോ ചെയ്യുന്ന വളരെ നീളമുള്ള ഒരു സ്ട്രക്ചർ കാണാൻ തുടങ്ങും. ദർ ലിവ്സ് സംതിങ് ഓൾമോസ്റ്റ് നോബഡി ടോക്സ് അബൌട്ട്, എ സിഫോണോഫോർ. അത് കണ്ടാൽ ഒരൊറ്റ ആനിമലായിട്ടൊക്കെ തോന്നും, ബട്ട് അത് ശരിക്കും തൗസൻഡ്സ് ഓഫ് ടൈനി ക്ലോൺസ് ഒരുമിച്ചുള്ള ഒരു കോളനിയാണ്, വർക്കിംഗ് ടുഗദർ ആസ് വൺ ബോഡി. ഈ കോളനി ഒരൊറ്റ ക്രീച്ചറായിട്ട് പോലെ ബിഹേവ് ചെയ്യാണ്. ആൻഡ് സം ഗ്രോ ലോങ്ങർ ദാൻ എ ബ്ലൂ വെയിൽ. ഇവർ ആൾമോസ്റ്റ് ഇൻവിസിബിൾ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ആൻഡ് ഫെയിൻ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു മുഴുവൻ സൊസൈറ്റി ഒരൊറ്റ ബോഡിയിലോട്ട് ഫ്യൂസ് ചെയ്ത പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു കോളനിയാണ്. ബട്ട് ഇവർ പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ആണ്. ഇറ്റ് ബ്ലർസ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻഡിവിജ്വൽ. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ അറൈസ്, വേർ ഡസ് വൺ ലൈഫ് എൻഡ് ആൻഡ് അനദർ ബിഗിൻ? I mean, look at what we have seen: an immortal jellyfish, an indestructible microbe bear, a 450 million years old living fossil, a glowing deep sea colony longer than a whale. None of these sound normal. Yet ഇതെല്ലാം റിയൽ ആണ്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇത് സെയിം പ്ലാനറ്റ്. സോ അടുത്ത തവണ ആരെങ്കിലും ഹ്യൂമൻസ് ആണ് ഭൂമിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് എവിടെയോ ഒരു തുള്ളി വെള്ളത്തിൽ ഒരു അപ്പോക്ലിപ്സ് തന്നെ ഒരു ജീവി സർവൈവ് ചെയ്യുന്നുണ്ട്. ആൻഡ് സംവെയർ ഇൻ ദി ഓഷ്യൻ ഒരു ജെല്ലി ഫിഷ് അതിൻ്റെ ലൈഫ് സൈക്കിൾ മുഴുവൻ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സംവെയർ ഇൻ ദ ഡാർക്ക് ഒരു ബസ്സിനേക്കാൾ നീളമുള്ളൊരു ക്രീച്ചർ സൈലൻ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്, റിമൈൻഡിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ലൈഫ് ഒരിക്കലും നമ്മൾ എന്താണോ നോട്ടീസ് ചെയ്യുന്നതല്ല, ഇത് ജസ്റ്റ് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒബ്സർവ് ഡീപ്ലി, അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി, ആൻഡ് apply relentlessly. We are not standing above nature. We are just strange branch of an unbelievably weird tree. ആൻഡ് ലൈക്ക് ഐ സെഡ്, നമ്മൾ ഇന്ന് പുറത്തിറങ്ങി നടന്നാൽ ഭൂരിഭാഗം മാനുവൽസിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ക്യാറ്റ്സ്, എലിഫൻറ്റ്സ്, ആൻറ്റ്സ്, ഫിഷസ്, ഇവരെല്ലാം നമുക്ക് ഫെമിലിയർ ആണല്ലേ. ബട്ട് നമ്മൾ കുറച്ച് കാലം കൂടി പുറകോട്ട് പോയാലോ നമുക്ക് ഈ ഭൂമിയെ പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിപ്പോകും. സോ ലെറ്റ്സ് ട്രാവൽ ഇൻ ടു ദ ലോസ്റ്റ് വേൾഡ്. നമുക്കൊരു 500 മില്യൺ വർഷം പുറകിലോട്ട് പോകാം. അതായത് കേംബ്രിയൻ ഓഷ്യൻ. മീനുകളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ്, ഡൈനോസേഴ്സ് എല്ലാം ഉണ്ടാകുന്നതിന് മുൻപ്, ഇവൻ ട്രീസ് പോലും എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ലൈഫ് ബോഡീസ് വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആൻഡ് ഇറ്റ് ഷോസ് മീറ്റ് അനോമലോകാരിസ്, മീനിങ് അബ്നോർമൽ ഷ്രിംപ്. അതായത് സയൻറ്റിസ്റ്റ് ആദ്യം കണ്ടെത്തിയപ്പോൾ വാട്ട് ഓൺ എർത്ത് ഈസ് ദിസ് തിങ് എന്നൊരു പൊളൈറ്റ് ആയിട്ടുള്ള വേയിൽ പറഞ്ഞതാണ്. ഇതിന് 2 സ്പൈക്ക്ഡ് ആംസ് ഉണ്ടായിരുന്നു, ആൻഡ് ഒരു പൈനാപ്പിൾ സ്ലൈസർ പോലെ തോന്നിക്കുന്ന ഒരു സർക്കുലർ മൗത്തും, അതേപോലെ 2 ഹ്യൂജ് കോമ്പൗണ്ട് ഐസും ഉണ്ടായിരുന്നു. ആൻഡ് ബോഡി കാണാൻ ഏകദേശം ഒരു സ്വിമ്മിങ് വാക്യൂം ഹോസിനെ പോലെയാണ്. ഇറ്റ് ഡസൻ ലുക്ക് റിലേറ്റഡ് ടു എനിത്തിങ് അലൈവ് ടുഡേ ബിക്കോസ് ഇറ്റ് ബേസിക്കലി ഈസൻറ്റ്. അതായത് ഇതൊരു കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോയിട്ടുള്ള ഒരു ഇവല്യൂഷണറി ബ്രാഞ്ചിൽ ബിലോങ് ചെയ്യുന്ന ഒരു സ്പീഷീസാണ്. ഇതിൻ്റെ ഡിസൈന് മില്യൺസ് ഓഫ് ഇയേഴ്സ് വർക്ക് ചെയ്തിരുന്നു, ആൻഡ് ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇറേസ് ആയിപ്പോയി, ലൈക്ക് ഒരു ലൈഫിൻ്റെ ഒരു ബീറ്റ വേർഷനൊക്കെ പോലെ. ഇനി നമ്മളൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കാടുകളൊക്കെ വന്നു തുടങ്ങി, എല്ലായിടത്തും സ്വാംസ് ഒക്കെ ഉണ്ട്, ആൻഡ് ദ എയർ ഇറ്റ് സെൽഫ് ഈസ് ഡിഫറെൻറ്റ്, ലൈക്ക് ഓക്സിജൻ ലെവൽസ് ആർ മച്ച് ഹയർ ദാൻ ടുഡേ. ആ ഒരു സിംഗിൾ ഫാക്റ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻസെക്ട്സ് എല്ലാം ട്യൂബ്സിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അതായത് മോർ ഓക്സിജൻ ഈക്വൽസ് ബിഗർ ബോഡി. സോ ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ റീസൺ അവരുടെ ബോഡി ലിറ്ററലി ഒരു ജയൻറ്റ് ബോഡിയായിട്ട് മാറി. മീറ്റ് മെഗന്യൂറ, അതായത് 70 സെൻറ്റിമീറ്റർ വിങ് സ്പാനുള്ള ഡ്രാഗൺ ഫ്ലൈസ്, തുണ്ടികൾ, ബേസിക്കലി ഹോക്ക് സൈസ്ഡ് ബഗ്സ്. ഇമാജിൻ നിങ്ങളൊരിടത്ത് സമാധാനമായിട്ട് റെസ്റ്റ് ചെയ്യാണ്, പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിലൂടെ ഒരു ബസ്സിങ് സൗണ്ടിൽ ഒരു ജയൻ്റ് ഒരു വസ്തു പാസ് ചെയ്ത് പോവുക. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഞെട്ടും, അതൊരു ബേർഡല്ല. ആൻഡ് ആഫ്റ്റർ ഡൈനോസേഴ്സ് എല്ലാം ഡിസപ്പിയർ ചെയ്തതിന് ശേഷം ഈ വേൾഡ് മാമൽസ് ടുക്ക് ഓവർ ചെയ്തു. അതായത് ലിറ്ററലി മാമൽസ് ആയിരുന്നു പിന്നീട് ഈ വേൾഡ് ഭരിച്ചത്. ആൻഡ് സം വെന്റ് ആബ്സല്യൂട്ട്ലി വൈൽഡ്, ലൈക്ക് മീറ്റ് പാരസെറത്തേറിയം. ഇത് ബേസിക്കലി ഒരു റൈനോ ആണ്, ബട്ട് അതിൻ്റെ സൈസ് ഒരു 2 സ്റ്റോറി ഹൗസിൻ്റെ അത്ര വരും. അത് മൾട്ടിപ്പിൾ എലിഫൻസിനേക്കാൾ ഹെവിയറാണ്. അതാണ് ഭൂമിയിൽ ലാൻഡിൽ ഇന്നേ വരെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാമൽ. അതിന് കൊമ്പുകളോ അല്ലെങ്കിൽ കട്ടിയുള്ള തൊലിയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് പ്യുവർ സൈസ്. ആൻഡ് ദ ഫാക്ട് ഈസ് നത്തിങ് ഹൺഡ്രഡ് ഇറ്റ്, ബിക്കോസ് വാട്ട് കുഡ് ഇമാജിൻ വാക്കിംഗ് ത്രൂ എ ഫോറസ്റ്റ്. പെട്ടെന്ന് നിങ്ങളുടെ ചുറ്റും ഗ്രൗണ്ട് എല്ലാം ഷേക്ക് ചെയ്യാൻ തന്നു. നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് ഒരു ഭൂമി വിൽക്കണമെന്ന്, എന്നല്ല, കുറച്ചങ്ങ് നോക്കുമ്പോൾ ഒരു വലിയ 2 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഹൈറ്റുള്ളൊരു ജീവി നിങ്ങളെ പാസ് ചെയ്തുകൊണ്ട് നടന്നു പോവുകയാണ്. ലൈക്ക് എർത്ത് ഹാസ് ലിറ്ററലി ഹോസ്റ്റഡ് വാക്കിംഗ് മൗണ്ടെയിൻസ്.
എന്നോ ഗോൺ. അതിനെ ഹണ്ട് ചെയ്യാൻ പറ്റിയ പ്രെഡേറ്റേഴ്സ് ഇല്ലാഞ്ഞിട്ട് പോലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എവല്യൂഷൻ ഒരിക്കലും കെയർ ചെയ്യില്ല നിങ്ങൾ എത്രത്തോളം വലുതാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആണെന്നൊന്നും. ഇവൻ ഡൈനോസേഴ്സിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവൻ ഇപ്പോഴും ഭൂരിഭാഗം പേർക്കും അറിയില്ല ഇങ്ങനൊരു ജീവി ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു പോലും. ആൻഡ് ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ അൺറിയലായിട്ട് തോന്നാം. ബട്ട് ദേ ആർ മോർ റിയൽ ദാൻ ഡ്രാഗൺസ് ആൻഡ് യൂണിക്കോൺസ് എവർ വേർ. They left fossils, bones, teeth, data, which means Earth wasn't always normal. Normal is just what survived. History is full of failed experiments and ഇപ്പോഴും നമ്മളല്ല ഫൈനൽ വൺ. നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. അതായത് എവിടെയോ നിങ്ങളുടെ കാൽപാദങ്ങൾക്കിടയിൽ, മീറ്റിയോർസിൻ്റെ റോക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ലോകത്ത് നിലവിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ലോകങ്ങളുടെ അവശേഷിപ്പുകളുണ്ട്. ആൻഡ് വൺ ഡേ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫ്രം നൗ മേ ബി നമ്മളും ജസ്റ്റ് ഒരു അനദർ ഫോസിലറായിട്ട് മാറാം. ജസ്റ്റ് അനദർ സ്ട്രേഞ്ച് എക്സ്പെരിമെൻറ്റ് ഓഫ് നേച്ചർ. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഈ ലോകം എല്ലായ്പ്പോഴും നമ്മളുടെ ഇമാജിനേഷനേക്കാൾ കൂടുതൽ സ്ട്രേഞ്ച് ആയിരുന്നു. വി ജസ്റ്റ് അറൈവ് ലേറ്റ് ടു ദ സ്റ്റോറി. ടേക്ക് കെയർ പീപ്സ്.